is not just another a campaign day, and memorable historic day in every aspect of Indian politics. Rahul ji is here. Before, Mahatma Gandhi came and stayed here in the land of Perambra. Now we have the hope of Indian democracy, Shri Rahul Gandhi, here in the soil of Perambra. Rahul ji, you came here all the way to Perambra, not just to support a candidate of UDF. We look forward for the dreams of each and every person who is voting in this assembly election. We look forward to the manifesto of the UDF here. We are here to dream about this land, to fly high in colors, to stand all the way head high in this country, in this super soil of Indian democracy. നൂർബിന ജർഷീദ് റീൽസ് രാഷ്ട്രീയത്തിലൂടെ വന്ന ആരോ സീറ്റ് കൊണ്ടുപോയി എന്ന് പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഫാത്തിമ തെഹ്ലിയയെക്കുറിച്ച് പറഞ്ഞു തന്നെ പോകണം എന്ന് വിചാരിച്ചത്. ഫാത്തിമ തെഹ്ലിയ പേരാമ്പ്രയിലെ UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലല്ല, മറിച്ച് മലബാറിൻ്റെ മേഖലകളിൽ ആത്മവിശ്വാസത്തോടെ വളർന്നു വന്ന മുസ്ലിം സ്ത്രീകളുടെ കരുത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും ലക്ഷണമാണ് ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന പെൺകുട്ടി. LLBയും LLMും ഒക്കെ പഠിക്കാൻ കരുത്ത് കാട്ടി തൻ്റെ നിലപാടുകൾ ഉറക്കെ പറഞ്ഞൊരാൾ. അങ്ങനെ ഉറക്കെ പറയാൻ ഭയമേതുമില്ലാതെ ഒരുപാട് MP മാരായവരും അഡ്വക്കേറ്റ്മാരായവരും ഇംഗ്ലീഷിൽ കിടന്ന് വത്തത്താ കുത്തത്തയ അടിക്കുന്ന കാലത്ത് വളരെ കൃത്യമായി രാഹുലിനെ വേദിയിലിരുത്തിക്കൊണ്ട് രാഹുലിന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചു ഫാത്തിമ തെഹ്ലിയ. കുറിപ്പില്ലാതെ പേരാമ്പ്രയിലേക്കെത്തിയ രാഹുൽ ഗാന്ധിയുടെ ഓർമ്മകൾ ഒരിക്കൽ ഗാന്ധിജി സന്ദർശിച്ച ചരിത്രവുമായി ബന്ധപ്പെടുത്തിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നുമുള്ള കരുത്തുറ്റ വാക്കുകളായിരുന്നു ഫാത്തിമ തെഹ്ലിയ ആ വേദിയിൽ പറഞ്ഞത്. പെണ്ണ് പുരയ്ക്കകത്ത് നിന്ന് കഞ്ഞിയും കറിയും പ്രസവവുമാണ് നടത്തേണ്ടത് എന്ന് പറയുന്ന കാലത്ത് അങ്ങനെയല്ല, പെണ്ണ് ഇറങ്ങി പഠിക്കണം എന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു, അബ്ദുറഹ്മാൻ സാഹിബ് എന്ന KPCCയുടെ അധ്യക്ഷൻ, ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷന്മാരിൽ ഒരാൾ. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിക്കെ അത് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ റൂഹ് ഒരുപക്ഷെ മലപ്പുറത്തെ പെൺകുട്ടികളുടെ കോൺഫിഡൻസും അവരുടെ വിഷയാവതരണവും കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള കോമ്പിറ്റൻസിയും ലോകത്തേത് ഭാഗത്തും പോയി പഠിക്കാനുള്ള കരുത്തുമൊക്കെ ഇന്ന് തെളിഞ്ഞു കാണുമ്പോൾ CHനുമുണ്ട് അതിലൊരു പങ്ക്. ഏതായാലും അന്നത്തെ കാലത്തെ വളരെ ഭീഷണശാലികളായ ഒരുപാട് പേരുടെ ആഗ്രഹവും പ്രാർത്ഥനയും ഒക്കെയാണ് ഫാത്തിമ തെഹ്ലിയയെ പോലെയുള്ള ഒരാൾ നല്ല വൈബോടെ കരുത്തോടെ എല്ലാ അർത്ഥത്തിലും ഒരു പോരാട്ട ഭൂമികയിൽ തൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും കൗമിൻ്റെ കുട്ടിയായോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ചുരുക്കി കാണിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നത്. അപ്പോഴാണ് റീൽസ് രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്, ഞങ്ങളൊക്കെ റിയൽ രാഷ്ട്രീയത്തിലൂടെ മറ്റൊരു തരത്തിൽ വന്നതാണെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അസൂയയും അത്തരം കാര്യങ്ങളുമൊക്കെ നുരഞ്ഞ് പൊന്തുന്നത്. ജയവും പരാജയവും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആത്മവിശ്വാസത്തെ പരാജയപ്പെടുത്താൻ ആർക്കുമാവില്ല. അതിന് വന്യമായ അഗ്നിയോളമുള്ള കരുത്തുണ്ട്. ഉള്ളിൽ നിറയുന്ന ജ്വാലയാണത്.